Hi, നമ്മൾ ഇന്ന് പിക്കാർഡ്സ് തിയറും അതിന്റെ പ്രൂഫാണ് കാണാൻ പോകുന്നത്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറം ആൻഡ് പ്രൂഫാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. സോ നമുക്കത് പാർട്ടായിട്ട് ഞാൻ ഇടാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, സോ അതിൻ്റെ എന്താണ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈയുടെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഡോ എഫ് ബൈ ഡോ വൈ. അത് രണ്ടും the continuous function of x and y ന്റെ continuous function as a closed rectangle R with side parallel to the x-axis. If x naught y naught is any interior point of R, then there exists a number h greater than 0 with the property that initial value problem y dash equal to f of x y of x naught equal to y naught has one and only one solution y equal to y of x as the interval mod x minus x naught less than or equal to h. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റെക്ടാങ്കിൾ, ഈ ഒരു ഫിഗറിന്റെ ഈ ഒരു റെക്ടാങ്കിൾ ഉണ്ടോ, ഈ റെക്ടാങ്കിൾ ഔട്ടർ റെക്ടാങ്കിൾ ആർ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. ഈ ഒരു റെക്ടാങ്കിളിന്റെ ഒരു ഇന്റീരിയർ പോയിന്റ് ആണെന്നിരിക്കട്ടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു എച്ച് എന്ന് പറയുന്ന നമ്പറിനെ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയാ ആ എച്ച് എന്ന് പറയുന്ന നമ്പർ അവിടെ പറയുന്നത് വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം, ഈ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ആൻഡ് y ഈക്വൽ ടു y ഓഫ് എക്സ് എന്ന് പറയുന്ന വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് ഇന്റർവെൽ എന്താ പറഞ്ഞിരിക്കണേ? മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇതാണ് അതിന്റെ ഇന്റർവെല് പറഞ്ഞിരിക്കുന്നത്. സോ തിയറം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഒരു 2-3 ടൈംസ് ഈ തിയറം റീഡ് ചെയ്യുക, അപ്പം കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയി കിട്ടും. സോ ഇവിടെ നോക്കണം, ഇവിടെ ആക്ച്വലി ഇവിടുത്തെ അകത്തൊരു റെക്ടാങ്കിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് ആർ ഡാഷ് ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ പറയാം. ആൻഡ് ഇവിടുത്തെ ഈ ഒരു അകത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്താണ്? എച്ച് ലെങ്ത്. അതായത് ഇത് എക്സ് നോട്ട് എന്ന പോയിന്റ് അല്ലേ, എന്ന് വെച്ചാൽ എക്സ് നോട്ട് വൈ നോട്ട് എന്ന പോയിന്റ് ആണ് ഇത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എക്സ് ആക്സിസിൽ എക്സ് നോട്ട്, അതിന്റെ കുറച്ച് മാറി ഇവിടെ എക്സ് നോട്ട് മൈനസ് എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതിന്റെ ലെങ്ത് അപ്പൊ എന്ത് വരും? ഇവിടെ എച്ച് വരും അല്ലെ. ഇതിനെ നമുക്ക് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്ത് വരും? എച്ച് ലെങ്ത് വരും. ഇതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് കണ്ടീഷൻ. ഫിഗർ നമുക്ക് വഴിയെ നോക്കാം. ആൻഡ് ഇത് പിക്കാർഡ്സ് തിയറം ഓർത്ത് നോക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ പ്രൂഫാണ്. സോ പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇക്വേഷൻ 1 എന്തായിരുന്നു? നമ്മുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം, IVP ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ കണ്ടീഷൻ എന്ന് പറയാം y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ട് ആയിരുന്നു അല്ലേ. സോ പ്രൂഫ് വരുമ്പോൾ വി നോ ദാറ്റ് എവറി സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 ദാറ്റ് ഈസ് y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ട് എന്ന് പറയുന്ന ആ ഇക്വേഷന്റെ എല്ലാ സൊല്യൂഷൻ ഈസ് ഓൾസോ എ സൊല്യൂഷൻ ഓഫ് ഇന്റഗ്രൽ സൊല്യൂഷൻ. അതായത് ഈ ഒരു ഇക്വേഷൻ ഇന്റഗ്രൽ സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ച് കണ്ടായിരുന്നു. അതായത് ഇത് രണ്ടും ഇക്വലന്റ് ഇന്റഗ്രൽ സൊല്യൂഷൻ ആണെന്ന്. അതായത് ആ ഇക്വേഷൻ 1ന് എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ടോ അത് ഇക്വേഷൻ നമ്പർ ഈ 2ന്റെയും എന്തായിരിക്കും? സൊല്യൂഷൻ ആയിരിക്കും. ആൻഡ് കൺവേഴ്സ്ലി അത് എഴുതാൻ പാടില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ thus if equation 1 has a unique solution on an interval x minus x naught less than or equal to h, if and only if equation 2 has unique continuous solution in mod x minus x naught less than or equal to h. എന്ന് വെച്ചാൽ ഇക്വേഷൻ 2 എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണിച്ച ഈ ഇക്വേഷൻ 2 എന്താണ്? ഇക്വേഷൻ 2ന് യുണീക്ക് കണ്ടിന്യൂസ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വേഷൻ 1 ആയ ഈ y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ടിന് യുണീക്ക് കണ്ടിന്യൂസ് സൊല്യൂഷൻ ഉണ്ടാകൂ. ഓക്കെ, ഇനി നമുക്കറിയാം പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വൈ നോട്ട് എക്സ് എന്ന് പറയും. വൈ നോട്ട് അത് നമ്മുടെ ഇക്വേഷൻ 1 ആയിരുന്നു. y1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, y നോട്ട് പ്ലസ് ഇന്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് ടി വൈ നോട്ട് ഡി ടി. നമുക്കറിയാവുന്ന കാര്യമാണ്. y2 ഓഫ് എക്സ് അതേപോലെ തന്നെ ഇവിടെ y1 കൊടുത്തിട്ട് y2 ഓഫ് എക്സ് ഈക്വൽ ടു y നോട്ട് പ്ലസ് ഇന്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് ടി y1 ഓഫ് ഡി ടി അപ് ടു ഇങ്ങനെ പോയി yn ഓഫ് എക്സ് ഇത് ഡിഫൈൻ ചെയ്യാം. y നോട്ട് പ്ലസ് ഇന്റഗ്രൽ എക്സ് നോട്ട് ടു എക്സ് എഫ് ഓഫ് ടി yn മൈനസ് 1 ഓഫ് ടി ഡി ടി. ഇതിനെ മൊത്തത്തിൽ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തേക്കുക. ഓക്കെ, പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ച് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് പാടില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ദെൻ ഈ ഇക്വേഷൻ നമ്പർ 3 ഇതെല്ലാം കൺവേർജ് ചെയ്യുന്നത് എന്തിലോട്ടാണ് അറിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ഉണ്ടല്ലോ, നമ്മൾ മെത്തേഡ് പിക്കാർഡ്സ് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ച് എഴുതി ഈ ഒരു സൊല്യൂഷൻ ഇതിന്റെ സൊല്യൂഷനിലോട്ടായിരിക്കും എന്താണ് നമ്മളിപ്പോൾ ചെയ്ത ഇക്വേഷൻ നമ്പർ 3 എല്ലാം കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി അടുത്ത പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ yn ഓഫ് എക്സ് നമുക്കൊരു nth പാർഷ്യൽ സം ഓഫ് സീരീസ് ഓഫ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് y0 x പ്ലസ് summation n equal to 1 to infinity yn of x minus yn minus 1 of x equal to അതെന്ന് പറഞ്ഞാൽ എടാ y0 of x അതേപോലെ എഴുതുന്നു, ഇതിനെ എന്നിന് ഓരോ വാല്യൂ കൊടുക്കുന്നു. ഇത് y1 of x minus y0 x plus y2 of x minus y1 of x plus yn of x minus yn minus 1 of x എന്നിന് ഓരോ വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇത് കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഒരു nth പാർഷ്യൽ സം ഓഫ് സീരീസ് സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ yn പറയാമെന്ന് പറഞ്ഞിട്ട് ഇത് എഴുതുന്നു ഈക്വൽ ടു y0 of x. അതേപോലെ ഇവിടെ ഇത് ബാക്കി ചേരുന്ന പറഞ്ഞ് എന്നിന് വാല്യൂ കൊടുത്തതാ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പറയാം, നമുക്ക് കൺവേർജൻസ് ഓഫ് ഇക്വേഷൻ 3, അതായത് ഇക്വേഷൻ 3യിൽ ഇപ്പൊ കിട്ടിയ ഇത് ഇക്വേഷൻ കൺവേർജ് ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഇത് കൺവേർജ് ചെയ്യുന്നതിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇക്വലന്റ് ടു കൺവേർജൻസ് ഓഫ് സീരീസ് 4. ഇത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുക. എച്ച് എന്ന് പറയുന്നത് നമ്മുടെ തിയറത്തിൽ എന്തുണ്ടായിരുന്നു? എച്ച് എന്ന് പറയുന്ന ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നമ്പർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഡിഫറൻസ് ഇന്റർവെൽ എന്താണ്? മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന ഇന്റർവെല്ലിൽ ഒരു എച്ച് ഗ്രേറ്റർ ദാൻ 0 എന്നൊരു നമ്പർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ഇനി ഷോ ചെയ്യാനുള്ളത്, നമുക്ക് ഈ ഒരു പ്രൂഫിൽ മെയിനായിട്ട് പ്രൂവ് ചെയ്യാനുള്ളത് 3 കാര്യമാണ്, അതായത് 3 കണ്ടീഷൻസ് ആണ്, 3 കാര്യങ്ങളാണ് ഈ പ്രൂഫിനകത്ത് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ഇന്റർവെല്ലിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീരീസ് 4 കൺവേർജസ് ടു ദ ഫംഗ്ഷൻ y ഓഫ് എക്സ്. അതായത് നമ്മളിപ്പം കണ്ടുപിടിച്ച സീരീസ് 4 ഉണ്ട്, ഇത് എന്ത് ചെയ്യണം? y ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? y ഓഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 ഏതായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മുടെ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ വെച്ച് നമുക്ക് എന്തെഴുതാം? yn ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചില്ല, y0 പ്ലസ് ഇൻ്റഗ്രൽ, ആ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ? അതിൻ്റെ കണ്ടിന്യൂസ് സൊല്യൂഷൻ ആണ് y ഓഫ് എക്സ് എന്ന് സെക്കൻഡ് പ്രൂവ് ചെയ്യണം. തേർഡ് പ്രൂവ് ചെയ്യേണ്ടത് ഈ y ഓഫ് എക്സ് ഒരേ ഒരു ഓൺലി കണ്ടിന്യൂസ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2. ആ ഇക്വേഷൻ 2വിൻ്റെ ഒരേ ഒരു കണ്ടിന്യൂസ് സൊല്യൂഷൻ ആണ് ഈ y ഓഫ് എക്സ് എന്ന് അടുത്തത് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? നമുക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ പ്രൂഫ് അവസാനിക്കും. ഒന്ന്, ഈ 4ാമത്തെ സീരീസ് y ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യണം. y ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2ന്റെ ഒരു കണ്ടിന്യൂസ് സൊല്യൂഷൻ ആയിരിക്കണം. ഈ y ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2ന്റെ ഓൺലി കണ്ടിന്യൂസ് സൊല്യൂഷൻ ആയിരിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് we have f of x and f of x and dou f by dou y are continuous function എന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ക്ലോസ്ഡ് റെക്ടാങ്കിൾ ആറിൻ്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ഇത് രണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആർ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. പക്ഷെ ആർ എന്താണ്? ക്ലോസ്ഡ് ആണ്, അതേസമയം എന്താണ്? ബൗണ്ടഡ് ആണ്. അതായത് ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞല്ലേ. സോ അത് ക്ലോസ്ഡും ആണ് ആസ് വെൽ ആസ് ബൗണ്ടഡും ആണ്. ഓക്കെ, ബൗണ്ടഡ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. സോ ആർ ഈസ് കോമ്പാക്ട്. അതായത് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, എടാ നമ്മളൊരു പ്രൂഫ് നേരത്തെ തിയറം പഠിച്ചു കാണും. അതായത് ആർ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡും ബൗണ്ടഡും ആണെങ്കിൽ ആ റെക്ടാങ്കിൾ കോമ്പാക്ട് ആയിരിക്കും എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, സോ അത് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. ആർ ക്ലോസ്ഡും ബൗണ്ടഡും ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോമ്പാക്ട് ആയിരിക്കും. ഇപ്പോൾ അത് ആലോചിക്കണ്ട. ഇനി നോക്കിക്കോ, വി നോ ദാറ്റ് കണ്ടിന്യൂസ് ഇമേജസ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് ഈസ് ഓൾസോ കോമ്പാക്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി there exists a constant m and k such that ഇവിടെ നമ്മൾ f of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അത് ബൗണ്ടഡ് ആണെന്നും പറയും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു അതിനെ മോഡുലൈസ് വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്? അതിൻ്റെ പാർഷ്യൽ ഡെറിവേഷനായ ദോ എഫ് ബൈ ദോ വൈ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിച്ചു. ഫോർ ഓൾ പോയിന്റ്സ് എക്സ് വൈ ഇൻ ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എഫ് ഓഫ് എക്സ് വൈ ലോ എഫ് ബൈ ടോ വൈ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് റെക്ടാങ്കിളിൽ. അതെന്തായിരിക്കും? ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണെങ്കിൽ കോമ്പാക്ട് ആണെന്ന് കൂടെ പറഞ്ഞു. പിന്നെ വന്ന് പറയുക, ഓക്കെ, സോ സിൻസ് ഇറ്റ് ഈസ് ബൗണ്ടഡ്, മോഡ് എഫ് ഓഫ് എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്, ദോ എഫ് ബൈ ദോ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ യു ആണ്. ഇനി
സപ്പോസ് നമ്മൾ രണ്ട് പോയിന്റ്സ് അറിയാം. സപ്പോസ് XY1 ആൻഡ് XY2 ആർ 2 പോയിന്റ്സ് ഇൻ R1. R1-ലെ 2 പോയിന്റ്സ് ആണ് ഈ 2 പോയിന്റ്സ് എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം പറയാൻ പറ്റുമല്ലോ. മീൻ വാല്യൂ തിയറം വെച്ചിട്ട് മോഡ് f(x(y1) മൈനസ് f(x(y2) ബൈ y1 മൈനസ് y2 ഈക്വൽ ടു മോഡ് ദോ ബൈ ദോ y ഇൻറ്റു f(x(y സ്റ്റാർ). y സ്റ്റാർ മീൻസ് ഈ y1-നും y2-നും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് y സ്റ്റാർ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം നമുക്ക് മീൻ വാല്യൂ തിയറം അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മീൻ വാല്യൂ തിയറം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അതിനകത്ത് നിന്ന് നോക്കടാ, f(x(y1) മൈനസ് f(x(y2) ഈക്വൽ ടു ദോ ബൈ ദോ y ഇൻറ്റു f(x(y സ്റ്റാർ). ഈ ഒരു y1 y2 അങ്ങോട്ട് പോയി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻറ്റു മോഡ് y1 ബൈ y2 എന്നാകും. That is f(x(y1) മൈനസ് f(x(y2) ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു വാല്യൂവിന് നമ്മൾ എന്ത് പുട്ട് ചെയ്യുന്ന അറിയാമോ? k എന്ന് പുട്ട് ചെയ്യും. ദാറ്റ് ഇസ് k ഇൻറ്റു മോഡ് y1 മൈനസ് y2 എന്ന് വരും. അതിനെ ഇക്വേഷൻ നമ്പർ 8 എന്ന് നമുക്ക് വിളിക്കാമല്ലോ. ഓക്കെ, സോ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ഇനി XY1 XY2 എന്ന 2 പോയിന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതിനനുസരിച്ച് നമ്മൾ h എന്ന് പറയുന്ന ഒരു പോയിന്റ് ചൂസ് ചെയ്യാൻ പോവുക. എങ്ങനെയാണെന്ന് വെച്ചാൽ സച്ച് ദാറ്റ് KH ലെസ് ദാൻ 1. k എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ കണ്ടു. എന്താണ് ഈ ദോ ബൈ ദോ വൈ ഇൻറ്റു f(x(y സ്റ്റാർ) എന്ന വാല്യൂവിന് പകരം k കൊടുത്തത്. അപ്പോൾ KH ലെസ് ദാൻ 1 എന്ന രീതിയിൽ നമ്മൾ h എന്ന് പറയുന്ന ഒരു എന്തെടുക്കുക, ഒരു നമ്പർ ചൂസ് ചെയ്യുന്നു. ഇനി ചൂസ് എ റെക്ടാങ്കിൾ R ഡാഷ് ഡിഫൈൻഡ് ബൈ ദ ഇനിക്വാലിറ്റീസ് മോഡ് x മൈനസ് x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു h ആൻഡ് മോഡ് y മൈനസ് y0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു mh. അതായത് ഈ ഇനിക്വാലിറ്റീസ് അല്ലെങ്കിൽ ഈ ഇന്റർവെല്ലിൽ വരുന്ന രീതിയിൽ ഒരു R ഡാഷ് എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ് R ഡാഷ് എന്ന് പറയുന്ന റെക്ടാങ്കിൾ. നോക്കടാ ഈ ഫിഗറിൽ. ഓക്കെ, ഈ ഫിഗറിൽ നോക്കിക്കോ, R ഡാഷ് എന്ന് പറയുന്ന റെക്ടാങ്കിൾ കണ്ടില്ലേ? അത് മോഡ് x മൈനസ് x0 y മൈനസ് y0 എന്ന ഇന്റർവെല്ലിൽ വരുന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെ ഒരു റെക്ടാങ്കിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ നോക്കിയാൽ മോഡ് x മൈനസ് x0 ലെസ് ദാൻ h, മോഡ് y മൈനസ് y0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു mh ആയിരിക്കും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു mh ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു ഷോ ദാറ്റ് നമ്മൾ ഇക്വേഷൻ നമ്പർ നമ്മൾ എന്ത് പാർഷ്യൽ സം എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ? y0x പ്ലസ് y1x മൈനസ് y0x പ്ലസ് y2x y1 ഓഫ് x. നമുക്ക് ഇത് കൺവേർജ് ചെയ്യുന്നു എന്നാണ് ആക്ച്വലി കാണിക്കേണ്ടത്. സഫിഷ്യന്റ് ടു ഷോ ദാറ്റ് ദിസ് വൺ കൺവേർജസ്. അപ്പം ആദ്യം നമ്മൾ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ to observe that each of the function yn of x has a graph that lies in r dash and hence in r. അതായത് നമുക്ക് ആദ്യം കാണിക്കേണ്ടത് ഈ yn of x-ന്റെ ഓരോ ഫംഗ്ഷനും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ yn of x-ന്റെ എന്താണ് ഓരോ ഫംഗ്ഷനും, ഈ ഇതിന്റെ ഓരോ ഫംഗ്ഷനും ഒരു ഗ്രാഫ് വേണം. അത് r ഡാഷിനകത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് r-നകത്ത് കാണുമല്ലോ. R ഡാഷിനകത്ത് ഉണ്ടെങ്കിൽ അത് r-നകത്തും ഉണ്ട്. അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഒബ്സർവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഓക്കെ, സോ നമുക്കറിയാം y0 ഓഫ് x ഈക്വൽ ടു എന്താണ്? y0 എന്ന് നമ്മൾ ആദ്യമേ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നോക്കിക്കോ, y0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആ ഫിഗർ നോക്കിയാൽ അറിയാം r ഡാഷ് എന്ന റെക്ടാങ്കിളല്ലേ വരച്ചേക്കുന്നത്, അങ്ങനെയല്ലേ വരച്ചേക്കുന്നത്. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? സോ the point t y0 of t r in r dash ആണ്. സോ t എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്താൽ t y0 t എന്ന് പറയുന്നത് എന്താണ്? r ഡാഷിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് ബൗണ്ടഡ് ആണ്. അതായത് റെക്ടാങ്കിളിന്റെ അകത്തല്ലേ, സോ ബൗണ്ടഡ് ആണ്. സോ നമുക്ക് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്കറിയാം, നമുക്ക് അറിയാം y1 of x എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? y0 പ്ലസ് ഇന്റഗ്രൽ x0 to x f of t y0 of t dt ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് y1 of x മൈനസ് y0 എന്താന്ന് പറയാം? ഇന്റഗ്രൽ x0 to x f of t y0 t dt ആണെന്ന് പറയാം. അതായത് ഇത് y0 ഇപ്പുറത്തോട്ട് വന്നു, ലെസ് ദാൻ അതായത് ഓൾറെഡി നമ്മൾ f of t y0 t dt ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു mh ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? അതേപോലെ തന്നെ y0 t അങ്ങനെ പറയണമെങ്കിൽ അതേപോലെ തന്നെ y1 of x നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. അതായത് t y1 of t എന്ന് പറയുന്നത് എവിടെ ഉണ്ടടാ? r ഡാഷിനകത്തുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ y0 വരെ ഇവിടെ y1 ആക്കിയതേ ഉള്ളൂ.
അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം, ദാറ്റ് ഈസ് ഇത് ബൗണ്ടഡ് ആണ്. ഇങ്ങനെ എഴുതി y2 of x മൈനസ് y നോട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം വെച്ചായിരിക്കും. ഇങ്ങനെ തന്നെ y3ക്കും എല്ലാം നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് പറയാൻ പറ്റും yn of xന്റെ ഓരോ ഫംഗ്ഷനും r'